അയാളും ഞാനും തമ്മിൽ എന്ന് പറഞ്ഞ സിനിമയിൽ അന്ന് ഞാൻ ക്ലീൻ ഷേവണാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇച്ചിരി തടിച്ചിട്ട് ഒരു ബോംബെയിൽ നിന്ന് വന്നതിൻ്റെ ഒരു ബോംബെ എഫക്റ്റ് ഉണ്ടെന്ന് വരും. അപ്പം ലാൽ ജോസ് സാറിന് ആ സിനിമയിൽ ഒരു നോർത്ത് ഇന്ത്യൻ SP വേണമായിരുന്നു. അപ്പം അങ്ങനെ ആരോ പറഞ്ഞു ഇങ്ങനെ വിജയ് കറക്റ്റായിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് ആ സിനിമയിൽ പോയിട്ട് SP ക്യാരക്ടർ ചെയ്യുന്നത്. അന്ന് ജോമോൻ ആണ് ക്യാമറ ചെയ്തത്. അപ്പം അതിന് 2 ദിവസം മുമ്പ് കണ്ടാണ് ഇവർ നീനയുടെ സ്ക്രിപ്റ്റ് വായിക്കുന്നത്. അപ്പം ക്യാമറയിലൂടെ നോക്കിയിട്ട് ജോമോൻ പറഞ്ഞു അത്രേ, നമുക്ക് ഇതുപോലെ ഒരാളല്ലേ മറ്റേ ക്യാരക്ടറിൽ വേണ്ടതെന്ന് പറഞ്ഞു. അപ്പം ലാൽ ജോസ് സാറും പറഞ്ഞു ഇതുപോലെ ഒരാൾ, ഇവനും അത്യാവശ്യം നന്നായിട്ട് അഭിനയിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടാണ് എന്നെ ലാൽ ജോസ് സാറെ വിളിച്ചിട്ട് പറയണത്, നിനക്ക് എൻ്റെ സിനിമയിൽ നായകനായിട്ട് അഭിനയിക്കാൻ താല്പര്യമുണ്ടോന്ന്. നമ്മളെന്ത് വേണ്ടല്ലോ. ഞാൻ പറഞ്ഞു നായകനോ, അത് കൊള്ളാം. അത് ഈ ക്രിയേറ്റീവ് ബ്ലോക്ക് വരും നമ്മൾ ഈ ചാനലിൽ കുറേ ചെയ്ത് കഴിയുമ്പോൾ, അതായത് ഇനിയൊന്നും ചെയ്യാനില്ല എന്നുള്ളൊരു തോന്നൽ വരും. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, എന്തായാലും ഒരു പെർമിഷൻ തരില്ല. 60 അപ്പൊ റിസൈൻ ചെയ്താൽ എന്ത് ചെയ്യും? അഭിനയോ പാളിയ എന്ത് ചെയ്യും? എന്റെ സാലറി അതും പോയി. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഒരു പ്രൊഡക്ഷനും കൂടെ പാരലലി പിടിച്ചാൽ നമുക്ക് എന്തായാലും അറിയാവുന്ന പണിയായി. സ്മോൾ സ്ക്രീനിൽ അത് ചെയ്തുകൊണ്ടിരിക്കുന്നതാണല്ലോ, അത് ബിഗ് സ്ക്രീനിലേക്ക് അപ്ലൈ ചെയ്താൽ പോരെ. ഇതിന്റെ ഹെഡ്സ് എല്ലാം സെയിം തന്നെയാണല്ലോ.